Good morning all. Now we are going to take a special topic in relating to final account. A special topic relating to final account. What are the special topic in relating to final accounts? Number one, contribution or donation to a political party. Yes, a government company or companies which have been in existence for less than 3 years are not allowed to make political contribution or donation. That means ഒരു കമ്പനി രൂപീകരിച്ചിട്ട് 3 വർഷമായിട്ടുള്ളൂ എങ്കിൽ ആ ഗവൺമെന്റ് കമ്പനീസിന് പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഡൊണേഷനോ കോൺട്രിബ്യൂഷനോ കൊടുക്കാൻ പാടുള്ളതല്ല ഗവൺമെന്റ് കമ്പനീസിന്റെ കേസിൽ. അതർ കമ്പനീസ് മറ്റു കമ്പനികൾക്ക്, അതായത് ഗവൺമെന്റ് കമ്പനി അല്ലാത്ത കമ്പനികൾക്ക് ഡൊണേഷനും കോൺട്രിബ്യൂഷൻസും കൊടുക്കാം. അതിന് കെയിം ഇൻ ടു എക്സിസ്റ്റൻസിന്റെ ഇയർ പരിഗണിക്കുന്നില്ല. പക്ഷേ not exceeding 7.5% of its average profit. അതർ ദാൻ ഗവൺമെന്റ് കമ്പനി ആണെങ്കിൽ ആ കമ്പനിക്ക് പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഡൊണേഷനോ കോൺട്രിബ്യൂഷനോ അവരുടെ ആവറേജ് പ്രോഫിറ്റിന്റെ 7.5% കൂടാത്ത രീതിയിലുള്ള എമൗണ്ട് അവർക്ക് കോൺട്രിബ്യൂഷനോ ഡൊണേഷനോ ആയിട്ട് കൊടുക്കാം. ഗവൺമെന്റ് കമ്പനീസിന് ഒരു കാരണവശാലും ലെസ് ദാൻ 3 ഇയേഴ്സ് ആണ് അവർ കെയിം ഇൻ ടു ഫോഴ്സ് എങ്കിൽ അഥവാ കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് എങ്കിൽ അവർക്ക് യാതൊരു കാരണവശാലും കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഗവൺമെന്റ് കമ്പനീസ് ദെൻ മോർ ദാൻ 3 ഇയേഴ്സ് ആയാൽ എന്ത് ചെയ്യുക, ഇതുപോലെ 7.5% ആവറേജ് പ്രോഫിറ്റിന്റെ 7.5% അപ് ടു 7.5% വേണമെങ്കിൽ ഡൊണേഷനോ കോൺട്രിബ്യൂഷനോ ആയിട്ട് ഗവൺമെന്റ് കമ്പനീസിന് കൊടുക്കാവുന്നതാണ്. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ട്രീറ്റ് ചെയ്യുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ഡൊണേഷൻ ഓർ കോൺട്രിബ്യൂഷൻ ടു എ ഗവൺമെന്റ് പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള ഇവന്റ് നമ്മൾ ട്രീറ്റ് ചെയ്തു പോകുന്നത്. സെക്കൻഡ് വൺ, divisible profit. Divisible profit. What do you mean by divisible profit? Profit which are legally available to shareholder by way of dividends, that are called divisible profit. Profit which are legally available to shareholders by way of dividend is called, or that is called divisible profit. But capital nature profit does not include divisible profit. Capital nature profit does not include divisible profit. Yes, third point, dividend. What do you mean by dividend? It simply means dividend is the part of profit among the shareholders. Then what do you mean by dividend? Divisible profit of a company is distributed among the shareholders of a company on the basis of number of shares held. ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡ് ചെയ്തിട്ടുള്ളതിൻ്റെ ബേസ് കൺസിഡർ ചെയ്തുകൊണ്ട് ആ കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിസിബിൾ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിട്ടുന്ന പോർഷനെ ആണ് ഡിവിഡൻഡ് എന്ന് പറയുക. അപ്പോൾ ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ആ കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടാൻ അവകാശപ്പെട്ട തുകയാണ് ഡിവിസിബിൾ പ്രോഫിറ്റ്.
അത്തരത്തിലുള്ള ഡിവിസിബിൾ പ്രോഫിറ്റ് എത്ര നമ്പർ ഓഫ് ഷെയർ ആണോ ഹോൾഡ് ചെയ്തത് അതിൻ്റെ ബേസ് കൺസിഡർ ചെയ്തുകൊണ്ട് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു കൊടുക്കുന്ന എമൗണ്ട് ആണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിവിഡൻഡ്. Classification of dividend. Dividend can be classified into three categories or three groups. Number one, proposed dividend. Number two, interim dividend. Number three, final dividend. ഇതിലേതെങ്കിലും ഒരു ഇവന്റ് 1 മാർക്ക് ഏരിയയിൽ ചോദിക്കും. What do you mean by proposed dividend, or what do you mean by interim dividend, or what do you mean by final dividend? നമുക്ക് 1 by 1 ആയി ചെക്ക് ചെയ്യാം. ഇവിടെയുള്ള ഒരു സിമിലാരിറ്റി എന്ന് പറയുന്നത് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡും ഫൈനൽ ഡിവിഡൻഡും ഡിക്ലെയർ ചെയ്യുന്നത് ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓർ ദ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്. ഫൈനൽ അക്കൗണ്ട് ഒരു മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡും ഫൈനൽ ഡിവിഡൻഡും ഡിക്ലെയർ ചെയ്യുന്നത്. ബട്ട് ഇന്ററിം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത് before the completion of books of account or before the preparation of final accounts. Final account prepare ചെയ്യുന്നതിന് മുമ്പേ അല്ലെങ്കിൽ all books of accounts prepare ചെയ്യുന്നതിന് മുമ്പേ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഡിക്ലെയർ ചെയ്യുന്ന ഡിവിഡൻഡ് ആണ് interim dividend. That means dividend paid or declared in between two annual general meeting. അപ്പോൾ ഒരു ഇന്ററിം പീരിയഡിൽ വെച്ചിട്ടാണ്, ഒരു ഇന്റർവെൽ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ 2 പീരിയഡ് കഴിഞ്ഞാൽ ഒരു ഇന്റർവെൽ എന്ന് പറയുള്ളൂ. അതുപോലെ ഇന്ററിം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കമ്പനി സ്റ്റാർട്ട് ചെയ്തു ദെൻ എൻഡ് ചെയ്യുന്നതിൻ്റെ മുമ്പേ കമ്പനി ഒരു ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നു. അതാണ് ഇന്ററിം പീരിയഡ്. ഒരു ഇന്റർവെൽ പീരിയഡ് കൺസിഡർ ചെയ്തുകൊണ്ട് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത് അസംഷൻസിന്റെ ബേസിലാണ് ഡിക്ലെയർ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ കമ്പനീൻ്റെ പ്രോഫിറ്റ് ഇത്ര ഉണ്ടാവാം എന്നുള്ള അസംഷൻസിന്റെ ബേസിൽ, അതിന്റെ ബേസിൽ ഒരു സർട്ടൺ എമൗണ്ട് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ഇന്ററിം ഡിവിഡൻഡിന്റെ കേസിൽ നടക്കുന്നത്. ഇനി എന്താണ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞത്? എ ഡിവിഡൻഡ് പ്രൊപ്പോസ്ഡ് ഓർ റെക്കമെൻഡഡ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. എ ഡിവിഡൻഡ് പ്രൊപ്പോസ്ഡ് ഓർ റെക്കമെൻഡഡ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. നമുക്കറിയാം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സിൽ നിന്നാണ്. അപ്പോൾ ഒരു കമ്പനിക്ക് 100-ലധികം ആയിരക്കണക്കിന് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് പവറിന് വേണ്ടിയിട്ട് നമ്മൾ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ആളുകളെ എടുക്കുന്നു. അവരാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രൊപ്പോസ് ചെയ്യുന്ന ഡിവിഡൻഡ് ആണ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്. എപ്പോഴാണ് പ്രൊപ്പോസ് ചെയ്യുന്നത്? ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓർ ആഫ്റ്റർ ദ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ്. അപ്പോൾ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു അല്ലെങ്കിൽ മുഴുവൻ ബുക്സ് ഓഫ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പ്രൊപ്പോസ് ചെയ്യുന്നത് ഇത്ര രൂപ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാം എന്നുള്ളത്. ഇനി ഈ പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത് പ്രൊപ്പോസൽ മാത്രമേ ആയിട്ടുള്ളൂ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ. അപ്പോൾ അവർ പ്രൊപ്പോസ് ചെയ്യുന്നു അല്ലെങ്കിൽ അവർ റെക്കമെൻഡ് ചെയ്യുന്നു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. പക്ഷെ അത് കൊടുക്കണമെങ്കിൽ ആ കമ്പനിയുടെ മുഴുവൻ ഷെയർ ഹോൾഡേഴ്സിന്റെയും അപ്രൂവൽ ഉണ്ടാവണം. സോ all shareholders of a company approved that dividend, it becomes a final dividend. അപ്പോൾ ആനുവൽ ജനറൽ മീറ്റിംഗ് വിളിക്കുന്ന സമയം എല്ലാ ഷെയർ ഹോൾഡേഴ്സും ഈ പ്രപ്പോസ് ചെയ്ത ഡിവിഡൻഡിനെ, അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒഴികെയുള്ള ബാക്കി എല്ലാ ഷെയർ ഹോൾഡേഴ്സും ഈ പ്രപ്പോസ് ചെയ്ത അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഡിവിഡൻഡിനെ അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ജനറൽ മീറ്റിംഗ് വിളിച്ചിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയും ഇത്ര രൂപ നമുക്ക് ഡിവിഡൻഡ് കൊടുക്കാം എന്നുള്ള രീതിയിൽ അവർ കാൽക്കുലേഷൻസ് ഒക്കെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ജനറൽ മീറ്റിംഗ് വിളിക്കുമ്പോൾ അവിടെ അവതരിപ്പിക്കും. അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും അത് അപ്രൂവ് ചെയ്യാൻ ഓക്കെ ആണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഡിവിഡൻഡിനെ ഫൈനൽ ഡിവിഡൻഡ് എന്ന് പറയും. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് ഡിക്ലെയർ ചെയ്യുന്നത് ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്,
ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും, ഫൈനൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കൊടുക്കുന്നതും ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട് ആണ്. അപ്പോൾ ഇവിടെ ഷെയർ ഹോൾഡേഴ്സിന്റെ എല്ലാ ഷെയർ ഹോൾഡേഴ്സിന്റെയും സമ്മതപ്രകാരം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പ്രപ്പോസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഡിവിഡൻഡിനെ ഫൈനൽ ഡിവിഡൻഡ് ആക്കി മാറ്റുന്നു. അപ്പൊ അത് ഫൈനൽ ഡിവിഡൻഡ് ആക്കി മാറ്റണമെങ്കിൽ എല്ലാ ഷെയർ ഹോൾഡേഴ്സിന്റെയും അപ്രൂവൽ വേണം. ആ അപ്രൂവൽ കിട്ടുന്നത് വരെയുള്ള ഡിവിഡൻഡിനെയാണ് പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് എന്ന് പറയുക. ദാറ്റ് മീൻസ് ഡിവിഡൻഡ് പ്രപ്പോസ്ഡ് ഓർ റെക്കമെൻഡഡ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആഫ്റ്റർ ദ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ്. ഇന്റർം ഡിവിഡൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞു. ദാറ്റ് മീൻസ് എ ഡിവിഡൻഡ് പെയ്ഡ് ബൈ ദ കമ്പനി ബിഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് ഓർ before the completion of books of account. That means a dividend declared and paid in between two annual general meeting. Then what is the final account? Final account means a dividend declared after the completion of books of accounts or after the completion of final accounts. Final accounts എല്ലാം പ്രിപ്പയർ ചെയ്തുകൊണ്ട് എല്ലാ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും സമ്മതം വാങ്ങിക്കൊണ്ട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇടയിൽ അവരുടെ ഡിവിഡൻഡ് ഒരു ഡിവിഷണൽ പ്രോഫിറ്റിൻ്റെ ഒരു പാർട്ട് ഡിക്ലെയർ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ഫൈനൽ ഡിവിഡൻഡ് എന്ന്